നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. സിനിമ റിലീസ് ചെയ്തിട്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 5ാമത്തെ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഏതൊരു സിനിമ റിലീസ് ചെയ്താലും ആദ്യത്തെ ഫസ്റ്റ് വീക്കെൻഡിൽ വരെ നല്ല രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ വീക്കെൻഡിന് ശേഷം ആദ്യത്തെ തിങ്കളാഴ്ച വരുന്ന സമയത്ത് പല സിനിമകളുടെയും കളി മാറുന്നതും കാണാൻ സാധിക്കും. അതുവരെ തരക്കേടില്ലാതെ പിടിച്ചു നിന്ന സിനിമകൾ അല്ലെങ്കിൽ വലിയ വിജയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വന്ന സിനിമകൾ തിങ്കളാഴ്ചയാവുമ്പോൾ വീഴുന്നത് കാണാൻ സാധിക്കും. കാരണം തിങ്കളാഴ്ച മുതലാണ് ഫാമിലീസിന്റെ ഒരു സഹകരണം നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ ഫാൻസുകാരുടെയും മറ്റും ഓളമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളുകളാണ് കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, തിങ്കളാഴ്ച മുതലാണ് യഥാർത്ഥ സ്റ്റഡി കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തിങ്കളാഴ്ച പടം 1 കോടിക്ക് താഴേക്ക് പോയി എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം പടം വീണു എന്നുള്ളത്. ഈ സിനിമയ്ക്കും ഏതൊരു സിനിമയ്ക്കും തിങ്കളാഴ്ച ഇടിവുണ്ടാവും. കാരണം വർക്കിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇടിവുണ്ടാവും. പക്ഷേ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 1 കോടിക്ക് താഴെ പോയോ, അതോ സിനിമ പിടിച്ചു നിന്നോ, അതോ സിനിമ ഫാമിലീസ് ഏറ്റെടുത്തോ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ ഞാൻ ബോക്സ് ഓഫീസ് കണക്ക് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യൂറോപ്പിൽ പടം റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ UK-ലും അയർലൻഡിലും പടം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മെസ്സേജുകൾ വന്നിരുന്നു. അവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിക്ക് മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, പടം അമേരിക്കയിലും UK-ലും പടം റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് UK-ലും അയർലൻഡിലും ഒഴിച്ചിട്ട് യൂറോപ്പിലെ ബെൽജിയം പോലുള്ള രാജ്യങ്ങളിലൊക്കെ പടം റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഞാൻ റിലീസിംഗിന് മുമ്പേ കൊടുത്തിരുന്നു. ഏകദേശം 14ഓളം രാജ്യങ്ങളിൽ, യൂറോപ്പിലെ 14ഓളം രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ 8ഓളം രാജ്യങ്ങളിൽ റിലീസാണ് ഈ വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ച, അതായത് സിനിമ റിലീസ് ചെയ്തിട്ട് 2ാമത്തെ ആഴ്ച വരാൻ പോകുന്നത്. 8ഓളം രാജ്യങ്ങൾ യൂറോപ്പിൽ. അത് ഒരു പക്ഷേ നമുക്കറിയാം മറ്റുള്ള രാജ്യങ്ങളിൽ 14ഓളം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്ന ആഴ്ചയിലായിരിക്കാം, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കാം റിലീസ്. എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടില്ല. ഞാനിത് ആദ്യം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയാണ്. ഞാനത് നേരത്തെ പറഞ്ഞതാണ്. അമേരിക്കയിലെയും UK-ലെയും കളക്ഷൻ നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള വേറെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോഴും അമേരിക്കയിലെ കളക്ഷൻസ് നമുക്ക് ലഭ്യമായിട്ടില്ല. അമേരിക്കയിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനപ്പുറമുള്ള വേറൊരു റിപ്പോർട്ടും ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സിനിമയെ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെയൊക്കെ സ്നേഹിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയവും മതവും പറഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ നടക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്താ അല്ലേ, 2 വീഡിയോ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം കേട്ടോ അതൊക്കെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 1ാം ദിവസം 3 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. 2ാം ദിവസം കിട്ടിയത് 2 കോടി 45 ലക്ഷം രൂപയാണ്. 2ാം ദിവസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇടിവ് ഇവിടെയും കാണാൻ സാധിക്കും. 20.97%, 21% ഇടിവാണ് 2ാം ദിവസം ഈ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 3ാം ദിവസത്തേക്ക് വരുമ്പോൾ, അതായത് ആദ്യത്തെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 കോടി 35 ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ കുതിച്ച് ചാടുന്നതായിട്ട് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തേക്കാൾ 37% കുതിച്ചു ചാട്ടം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കളക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. 3 കോടി 85 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 3 കോടി 85 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച കിട്ടിയതിനേക്കാൾ 14.93%, ഒരു 15% കളക്ഷൻ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ രീതിയിൽ ഒരു സിനിമ ഹിറ്റിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത്. കേരളത്തിനകത്തെ കളക്ഷൻ, ഇത് കേരളത്തിലെ കളക്ഷൻ ആട്ടോ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടേണ്ടത് ആദ്യത്തെ ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച കിട്ടിയിരിക്കുന്നത് 3 കോടി 85 ലക്ഷം രൂപയാണ്. സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് വൈഡ് കണക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ 2ാമത്തെ ഞായറാഴ്ചയായിരിക്കാം വേൾഡ് വൈഡ് കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ റിലീസിംഗ് വരാൻ പോകുന്നുള്ളൂ. റിലീസിംഗ് കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ അന്യായ ചൂടിട്ടോ, ഒരു രക്ഷയില്ല. അടുത്ത
കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെയാണെങ്കിലും പയ്യെ റിപ്പോർട്ടുകൾ കയറി വരുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും 3,85,00,000 രൂപ കേരള കളക്ഷൻ ആദ്യ ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും ഉയർന്ന തുക എന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടാൻ പോകുന്നത്. കാരണം അടുത്ത ഞായറാഴ്ച ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും കേരളത്തിലെ കളക്ഷൻ ഒരല്പം കുറയാനാണ് സാധ്യത. 5-ാം ദിവസം ആദ്യത്തെ വർക്കിംഗ് ഡേയിലേക്ക് വരുന്ന സമയത്ത് 1,65,00,000 രൂപയാണ് ഈ സിനിമയ്ക്ക് ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നലത്തെ കണക്കാണിത്. ഇത് ഇന്ന് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടത്തില്ല, നാളെയാണ് ഇതിന്റെ യഥാർത്ഥ കണക്ക് കിട്ടുകയുള്ളൂ. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണം, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അതേമാതിരി ചൂട്. വണ്ടി ഒന്ന് ഓണാക്കാതെ ഒരു രക്ഷയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ വീഡിയോ കഴിയുമ്പോഴേക്കും എൻ്റെ ശവസംസ്കാരം നടത്തേണ്ടി വരും. എൻ്റെ അമ്മേ. അപ്പൊ ഈ 5 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് കേരളത്തിനകത്ത് നിന്ന് മാത്രമായിട്ട് 5 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 14,40,00,000 രൂപയാണ്. 14,40,00,000 രൂപ വെറും 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മേശപ്പുറത്ത് അടിച്ചു പറയാൻ സാധിക്കും ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നും വേൾഡ് വൈഡായിട്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതുവരെ മമ്മൂട്ടിയുടെ പടങ്ങൾ 100 കോടി നേടുമെന്ന് പറഞ്ഞതല്ലാതെ നേടി കണ്ടിട്ടില്ല എന്ന് കളിയാക്കുന്ന ആളുകൾക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടി ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വെറും 5 ദിവസം കൊണ്ട് 15 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് 4 ദിവസത്തെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലത്തെ കണക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ 3,39,00,000 രൂപ കേരളം വിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടിയിരിക്കുന്നത് 3,39,00,000 രൂപയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലത്തെ കണക്ക് കൂടി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തുക 4 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ വേൾഡ് വൈഡ് കണക്ക് നോക്കുമ്പോൾ ഓവർസീസിലെ കണക്ക് നമുക്ക് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 4 ദിവസത്തെ കണക്ക് മാത്രമാണ്. ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് അതിന്റെ കണക്ക് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തു. വേൾഡ് വൈഡ് കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ലഭ്യമാണ്. 17,69,00,000 രൂപ വേൾഡ് വൈഡ് കണക്കും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതും 4 ദിവസത്തെ മാത്രമാണ്. 5-ാം ദിവസത്തെ കണക്ക് ഇവിടെ ലഭ്യമായിട്ടില്ല. അവിടെ ഓർക്കേണ്ടത് 5-ാം ദിവസത്തെ കണക്ക് കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് GCCയിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റിലേക്ക് പടം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലണ്ടനിലെ കണക്കും വന്നിട്ടുണ്ട്, അതും കൂടി പറയാം. അപ്പോൾ ലണ്ടനിലും ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം വലിയ കണക്കുകൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ ഇന്നലത്തെ ദിവസം വേൾഡ് വൈഡ് നോക്കുമ്പോൾ കുറഞ്ഞത് ഈ 17,69,00,000 എന്നുള്ളത് ഏകദേശം ഒരു 19 കോടിയെങ്കിലും ആയിട്ടുണ്ടാകും എന്നുള്ളത് ഊഹിക്കുക. നമ്മൾ എന്ത് തന്നെയാലും ഇപ്പോൾ കണക്ക് പറയുമ്പോൾ 17,69,00,000 രൂപ തന്നെയാണ് കൂട്ടുന്നത് 4 ദിവസത്തെ കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിനകത്ത് നിന്ന് 5 ദിവസത്തെയും കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലെ കണക്ക് 4 ദിവസവും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ കണക്കും 4 ദിവസവും കൂടി കൂട്ടുന്ന സമയത്ത് 35,48,00,000 രൂപ സിനിമ ഇതിനോടകം 5 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. 5 എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്രയും ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള GCCയിലെയും മറ്റ് രാജ്യങ്ങളിലെയും കണക്കുകളും കൂടി കൃത്യമായിട്ട് ലഭിക്കുന്നതോടുകൂടി തന്നെ എറൗണ്ട് ഇതൊരു 40 കോടി ടച്ച് ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. 40 കോടി രൂപ ഇതിനോടകം ടച്ച് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. UK, അയർലൻഡിലെ കണക്ക് സെപ്പറേറ്റ് ആയിട്ട് ലഭ്യമായിട്ടുണ്ട്. ഈ കണക്ക് നമുക്ക് അയച്ചു തന്നത് ഒരു സുഹൃത്താണ്. ഞാനത് അദ്ദേഹം അയച്ചു തന്നത് ശരിയാണോ എന്ന് നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ കളവ് അയച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിക്ക് മുമ്പ് അദ്ദേഹം കുറെ ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ UK, അയർലൻഡിലെ കണക്ക് പറയുകയാണ്. 4 ദിവസത്തെ കണക്ക് വന്നിരിക്കുന്നത് 1,21,452 പൗണ്ടാണ് വന്നിരിക്കുന്നത്. അതിനെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്ന സമയത്ത് 1,25,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ 1,25,00,000 രൂപയോളം ഇംഗ്ലണ്ട്, UK, അയർലൻഡിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രഹ്മാണ്ഡ ഓപ്പണിംഗ് എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിലുള്ള ഓപ്പണിംഗ് ആണ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാധാരണയായിട്ട് UKയിലൊക്കെ പടം റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ പടം ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു റിലീസിംഗ് കിട്ടും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. മറ്റു പലരുടെയും നടന്മാരുടെയും സിനിമകൾക്ക് അവിടുത്തെ ഏതെങ്കിലും മലയാളി അസോസിയേഷൻസ് ആ സിനിമ ഒരു ദിവസത്തേക്ക് ഒരു ഷോയൊക്കെ ഏതെങ്കിലും ഒരു തിയേറ്റർ റെന്റിന് എടുത്തിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു കലാപരിപാടിയാണ് സാധാരണ കാണാറ്. അവിടെയാണ് 1,25,00,000 രൂപയുടെ ഓപ്പണിംഗ്
കിട്ടിയിരിക്കുന്നത്. ഊഹിക്കാം ഈ പടം ഏത് റേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇനി ഊഹിക്കാൻ പറ്റാത്ത റേഞ്ചിലേക്ക് പടം പോകുമോ, ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോകുമോ എന്നുള്ളതും കൂടി നോക്കിയിരിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച അവസാനിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും ഈ പടം ഇൻഡസ്ട്രി ഹിറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. എന്ത് തന്നെയായാലും കാത്തിരിക്കാം മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി. അതുവരെ നന്ദി, നമസ്കാരം.